ഓം ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 52ാമത്തെ പാഠഭാഗമാണ് പറയുന്നത്. ഇന്ന് 615ാമത്തെ നാമം മുതൽ 621 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമുക്ക് മനസ്സിലാക്കാം. നാമം 615 ആദിശക്തി. ഓം ആദിശക്തിയൈ നമഃ. ആദി അധികം ശക്തി എന്ന പദം പിരിക്കാം. ആദി എന്നാൽ മുഖ്യമായത്, കാരണമായത് എന്നിങ്ങനെയാണ് അർത്ഥം. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉള്ളവളാകയാലും സർവപ്രപഞ്ചങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണമായ ശക്തി ദേവീശക്തിയാകയാലും ആദിശക്തി എന്ന് നാമം. സർവചരാചരങ്ങളിലും പ്രവർത്തിക്കുന്ന ശക്തി ദേവിയിൽ നിന്നുണ്ടായതിനാൽ ശക്തികളിൽ മുഖ്യസ്ഥാനവും ആദ്യസ്ഥാനവും ദേവിക്ക് കൽപ്പിച്ചിരിക്കുന്നു. പ്രപഞ്ചജനനിയായ ആദ്യത്തെ മുഖ്യശക്തി ആദിപരാശക്തി അഥവാ മഹാമായ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് പിന്നിലുള്ള ശക്തി എന്നും വ്യാഖ്യാനമുണ്ട്. നാമം 616 അമേയ. ഓം അമേയായൈ നമഃ. ആ അധികം മേയ എന്ന് പദം പിരിക്കാം. മേയം എന്നാൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നത്. അമേയം എന്നാൽ അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്. അമേയ എന്നാൽ അളന്നറിയാൻ കഴിയാത്ത മഹത്വത്തോടു കൂടിയവൾ. ഏതെങ്കിലും വിദ്യയോ മാനദണ്ഡങ്ങളോ ഉപയോഗിച്ച് ദേവിയെ അളന്നറിയാൻ കഴിയുന്നില്ല. ലിംഗപുരാണത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വർഗ പാതാള ലോകാന്ത ബ്രഹ്മാണ്ഡ വാനാഷ്ടകേ മേയം സർവം ഉമാരൂപം മാതാദേവോ മഹേശ്വര. അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾക്കും കാരണഭൂതയായി നിലകൊള്ളുന്ന മഹാദേവിയെ ഉമയുടെ രൂപത്തിൽ മാത്രമേ കാണാനും അളക്കാനും കഴിയുകയുള്ളൂ. അതും മഹേശ്വരനു മാത്രം. അല്ലാതെ ദേവിക്ക് മേയമായിട്ട് ലോകത്തിൽ ഒന്നും തന്നെയില്ല എന്ന് അർത്ഥം. അവിദ്യമാനം മേയം യസ്യ സ അമേയ എന്ന് വിഗ്രഹം. ഇതിന് പ്രമാണമായതാണ് ലിംഗപുരാണത്തിലെ മേൽ ഉദ്ധരിച്ച വരികൾ. ദേവിയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഏതെങ്കിലും തരത്തിൽ അളക്കാൻ കഴിയുന്നവയാണ്. എന്നാൽ എല്ലാത്തിനും ആദ്യ കാരണമായ മഹാമായ പരയായ ശക്തി അമേയയാണ്. നാമം 617 ആത്മാ. ഓം ആത്മനേ നമഃ. ജീവാത്മാവായും പരമാത്മാവായും കുടികൊള്ളുന്ന പരബ്രഹ്മസ്വരൂപിണി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ആത്മാ എന്ന പദം ബ്രഹ്മത്തെ കുറിക്കുന്നു. വാൽമീകി മഹർഷിയുടെ ലഘുയോഗ വാസിഷ്ഠം എന്ന കൃതിയുടെ പരിഭാഷയായ വാസിഷ്ഠ രാമായണത്തിൽ ഇപ്രകാരം പറയുന്നു: ഗൗരീരൂപാണി സർവാണി ശരീരാണി ശരീരിണാം ശരീരിണസ്തഥാ സർവേ ശങ്കരാംശാവ്യവസ്ഥിത. ജീവൻ ധരിച്ചിട്ടുള്ളതായ സകല ജീവികളുടെയും ശരീരം ദേവിയുടെ രൂപമാകുന്നു. സർവജീവികളും ശിവൻ്റെ അംശങ്ങളാകുന്നു എന്നും അർത്ഥം. പ്രപഞ്ചത്തിലെ ശരീരികൾക്കെല്ലാം ജീവൻ കൊടുക്കുന്നവൾ എന്നും ജീവൻ തന്നെ ആയവൾ എന്നും ആത്മാ എന്ന നാമത്തിന് അർത്ഥമുണ്ട്. ആത്മാ എന്ന ശബ്ദം ശരീരത്തെ കുറിക്കുന്നുവെന്നും എല്ലാറ്റിലും വ്യാപിച്ചത് എന്ന അർത്ഥത്തിൽ ആപ്നോതി സർവം എന്നും ഉത്പത്തി. ആത്മാ എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്.
ശരീരം, മനസ്സ്, ബ്രഹ്മം, പ്രകൃതി, ദൃഢത, ബുദ്ധി, പ്രയത്നം, അറിവ്, ധൈര്യം, സൂര്യൻ, അഗ്നി എന്നിവ. ഇവ കൂടാതെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ മുഖ്യ അംശം പ്രകൃതിരൂപിണി പ്രയത്നരൂപമായി വർത്തിക്കുന്നവൾ, വായുരൂപത്തിൽ ലോകപ്രാണനായി നിൽക്കുന്നവൾ, മനോരൂപിണി, ബുദ്ധിരൂപിണി, ജ്ഞാനരൂപിണി, ധൈര്യരൂപിണി, സൂര്യാഗ്നിരൂപിണി എന്നീ വിധത്തിലും ആത്മാ എന്ന നാമത്തെ വ്യാഖ്യാനിക്കാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നാമം 618 പരമാ. ഓം പരമായൈ നമഃ എന്നും ഓം പരമാത്മനേ നമഃ എന്നും നാമാവലിയിൽ കാണുന്നു. പരമാ എന്നാൽ സർവശ്രേഷ്ഠയായവൾ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമസത്യമായ ദേവിയെ, പരബ്രഹ്മത്തെ ദേവിയിലൂടെ നാം അറിയുന്നു. പര അധികം മാ എന്ന പദം പിരിക്കുമ്പോൾ പരൻ്റെ, അതായത് പരമശിവൻ്റെ, മാ ആയവൾ, അതായത് ലക്ഷ്മിയായവൾ എന്ന് അർത്ഥം. പരമമായ തത്വമായവൾ, ഉത്കൃഷ്ടയായവൾ, ജീവാത്മ പരമാത്മാ ഭേദങ്ങളുടെ രഹസ്യജ്ഞാനം എന്നീ അർത്ഥങ്ങളും വ്യാഖ്യാനിച്ച് കാണുന്നു. പരം ബ്രഹ്മാമാദി പരിച്ഛിന്നത്തി ഇതി പരമ എന്ന് വിഗ്രഹം. പരത്തെ, അതായത് ബ്രഹ്മത്തെ, മാതി, അതായത് പരിച്ഛേദിക്കുന്നവൾ, പരൻ്റെ ശക്തിയായും, പരനെന്നാൽ പരമശിവൻ, അഖണ്ഡമായ പരബ്രഹ്മത്തിൻ്റെ അസ്തിത്വ ശക്തിയായും പരമ എന്ന നാമത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. പരബ്രഹ്മ മഹിഷി, പരബ്രഹ്മസ്വരൂപനായ കാമേശ്വരന് പത്നിയായവൾ എന്നും വ്യാഖ്യാനമുണ്ട്. സൗന്ദര്യലഹരിയിലെ 97 ശ്ലോകത്തിൽ ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃഹിണീം ആഗമവിദോ ഹരേ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയാം തുരീയാ കാവീത്വം ദുരധിഗമ നിസ്സീമ മഹിമാ മഹാമായ വിശ്വം ഭ്രമയസി പരബ്രഹ്മ മഹിഷി. പരബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷിയായ അല്ലയോ ദേവി, വേദതത്വങ്ങൾ അറിഞ്ഞ പണ്ഡിതന്മാർ നിന്തിരുവടിയെ ബ്രഹ്മപത്നിയായ സരസ്വതി എന്നും ഹരിയുടെ പത്നിയായ ലക്ഷ്മി എന്നും ഹരൻ്റെ സഹചരിയായ പത്നിയായ പാർവതീദേവി എന്നും പറയുന്നു. നിന്തിരുവടി തുരീയയും അറിയാനാകാത്ത നിസ്സീമ മഹിമയുള്ളവളും ആയി വിശ്വത്തെ ഭ്രമിപ്പിക്കുന്ന മഹാമായയാകുന്നു. പരമാ എന്ന പദത്തെ പരസ്യ അധികം മാ എന്നും പിരിച്ചു പറയാം. അപ്പോൾ പരൻ എന്ന ശബ്ദം പരബ്രഹ്മം എന്നതുകൂടാതെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ എന്നും അർത്ഥമാകും. അപ്പോൾ സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നിങ്ങനെയും നാമത്തെ വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 619 പാവനാകൃതി. ഓം പാവനാകൃതേ നമഃ. ഓം പാവനാകൃത്യൈ നമ എന്നും നാമാവലി കാണുന്നു. പാവനാകൃതയേ നമ എന്നും പാവനാകൃത്യൈ നമ എന്നും. പാവന അധികം ആകൃതി എന്ന് പദം പിരിക്കാം. പാവനം എന്നാൽ പരിശുദ്ധമായത്, പാപമില്ലാത്തത് എന്നെല്ലാമാണ് അർത്ഥം. ആകൃതി എന്നതിന് ശരീരമെന്നും ചരിത്രമെന്നും അർത്ഥമുണ്ട്. പാവനാകൃതി എന്നാൽ പാവനമായ ആകൃതിയോടുകൂടിയവൾ. ദേവിയുടെ രൂപവും ചരിതവും അതിപാവനമാണ്, പരിശുദ്ധമാണ്. ദേവിയെ ഉപാസിക്കുന്നതിനാൽ ഭക്തരും പാപരഹിതരാകുന്നു. ദേവിയുടെ പാവനമായ ശരീരം ദർശിക്കുന്നതും ചരിത്രം കീർത്തിക്കുന്നതും സർവപാപങ്ങളും പോക്കി ശുദ്ധി
ആണെന്ന് അർത്ഥം. പാവന അധികം കൃതി എന്നും പദം പിരിച്ചു കാണുന്നു. കൃതി എന്നാൽ പ്രവൃത്തികൾ. പാവനമായ പ്രവൃത്തികൾ ചെയ്യുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. ദേവിയുടെ രൂപം ധ്യാനിക്കുന്നതും ചരിത്രം കേൾക്കുന്നതും ദേവീപരമായ ജ്ഞാനം നേടൽ എന്നിവയെല്ലാം പാപഹരവും ജ്ഞാനദായകവും ആകയാൽ പാവനാകൃതി എന്ന് ദേവിക്ക് നാമമുണ്ടായി. പാവനം എന്ന പദത്തിന് അഗ്നി, ജലം, പശുവിൻ്റെ ചാണകം, രുദ്രാക്ഷം എന്നും അർത്ഥമുണ്ട്. ദേവ്യംശം ഉള്ളതുകൊണ്ട് ഇവയ്ക്ക് സർവമാലിന്യങ്ങളെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അഗ്നിരൂപിണിയായവൾ, ജലരൂപിണിയായവൾ, പശുവിൻ ചാണകമായും രുദ്രാക്ഷമായും രൂപമെടുത്തവൾ എന്നും വ്യാഖ്യാനം കാണുന്നു. പാവനം എന്ന പദത്തിന് തപസ് എന്നൊരു അർത്ഥമുണ്ട്. തപസ്വികളിൽ തപസ്സായും ദേവി നിലകൊള്ളുന്നു. തപസ്വികളിൽ തപസ്സായി ദേവി നിലകൊള്ളുന്നു. ലളിത സഹസ്രനാമത്തിലെ 542, 544 എന്നീ നാമങ്ങൾ പുണ്യകീർത്തി, പുണ്യശ്രവണ കീർത്തന എന്നാണ്. ഏതൊരു ദേവിയുടെ മഹത്വമാണോ സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ കീർത്തിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുന്നത്, ആ ദേവിയാണ് പുണ്യകീർത്തി. അതുപോലെ കീർത്തിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും പുണ്യം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. ഇനി നാമം 620. അനേക കോടി ബ്രഹ്മാണ്ട ജനനി. ഓം അനേക കോടി ബ്രഹ്മാണ്ട ജനന്യൈ നമഃ. അനേക അധികം, കോടി അധികം, ബ്രഹ്മാണ്ട അധികം, ജനനി എന്ന് പദം പിരിക്കാം. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിച്ചവൾ. എണ്ണമില്ലാത്തയത്ര ബ്രഹ്മാണ്ടങ്ങൾക്ക് ജന്മം നൽകിയ ദേവി. ഒരു സൂര്യനും സൂര്യനെ വലയം ചെയ്തുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അടങ്ങിയ ജ്യോതിർഗോളമണ്ഡലത്തെയാണ് ബ്രഹ്മാണ്ടമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനേകം കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ബ്രഹ്മാണ്ടത്തിൻ്റെ അല്പമാത്രമായ ഒരംശമാണ് ഭൂമി. അവയ്ക്കെല്ലാം ജനനിയായിട്ടുള്ളത് മഹാദേവിയാണ്. കൂടാതെ വിരാട് പുരുഷാദികൾക്കു കൂടിയും ജനനിയായവളാണ് ദേവി എന്ന് വ്യാഖ്യാനം. നാമം 621. ദിവ്യവിഗ്രഹ. ഓം ദിവ്യവിഗ്രഹായൈ നമഃ. ദിവ്യ അധികം വിഗ്രഹ എന്ന് പദം പിരിക്കാം. ദിവ്യമായ വിഗ്രഹത്തോടു കൂടിയവൾ, അഴകാർന്ന പ്രകാശമാനമായ ശരീരമുള്ളവൾ എന്ന് നാമത്തിന് അർത്ഥം. ദിവ്യം എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ദിവത്തെ സംബന്ധിച്ചത്. ദിവമെന്നാൽ സ്വർഗം, ആകാശം എന്നിവയെ സംബന്ധിച്ചത്, ശോഭയുള്ളത്, അത്ഭുതകരമായത്, അതിമാനുഷമായത് എന്നെല്ലാം. വിഗ്രഹമെന്ന പദത്തിന് ശരീരമെന്നും യുദ്ധമെന്നും അർത്ഥമുണ്ട്. മേൽ പറഞ്ഞവയെ ആധാരമാക്കി അത്ഭുതകരമായ യുദ്ധരീതികളുള്ളവൾ, ആകാശത്തു നിന്ന് യുദ്ധം ചെയ്യുന്നവൾ എന്നെല്ലാം അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. മാർക്കണ്ഡേയ പുരാണത്തിൽ 87-ാം അധ്യായത്തിൽ സുംഭാസുരനെ ദേവി ആകാശത്ത് നിന്ന് യുദ്ധം ചെയ്ത കഥ വിവരിക്കുന്നുണ്ട്. 18ഉം 19ഉം ശ്ലോകങ്ങൾ. ഉത്പത്യച പ്രഗൃഹ്യോച്ചൈർദേവീം ഗഗനമാസ്ഥിതഃ തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡിക നിയുദ്ധം ഖേ തദാ ദൈത്യചണ്ഡികാ ച പരസ്പരം ചക്രതു പ്രഥമം സിദ്ധ മുനിവിസ്മയകാരകം. ദേവി മഹാത്മ്യത്തിലെ 10-ാം അധ്യായത്തിൽ 18ഉം 19ഉം ശ്ലോകങ്ങളും ഇതുതന്നെയാണ്.
ദൈത്യനും അതായത് ശുംഭാസുരനും ചണ്ഡികാദേവിയും ആകാശത്തിൽ മുനികൾക്ക് വിസ്മയത്തിന് കാരണമായി പരസ്പരം ബാഹുയുദ്ധം എന്ന യുദ്ധത്തെ പ്രഥമമായ രീതിയിൽ ചെയ്തു. ദേവി നിരാധാരയായിട്ടാണ് യുദ്ധം ചെയ്തത് എന്ന് പ്രസിദ്ധം. 621 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി 622 മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച, അതായത് 28-ാം തീയതി പറയാം. ഇത് കേൾക്കുന്ന എല്ലാ ഭക്തരിലും മഹാദേവിയുടെ കൃപാകടാക്ഷം ചൊരിയട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.